അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ജസീറിൻ്റെ വാക്ക് കേട്ട് ഹിജാബ് ശരിക്കും ഞെട്ടി. ജസീർ, അപ്പോൾ നിങ്ങൾ പറഞ്ഞത്? അതെ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇതെല്ലാം. നിനക്ക് അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും. എന്നിട്ട് അതല്ല, നീ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അവളെ കൊണ്ടുവന്നോ? അതെ, ഞാൻ കൊണ്ടുവന്നു വീട്ടിലേക്ക്. കാരണം എൻ്റെ ഉമ്മ എനിക്ക് അത്രയും സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ഉമ്മയാണ് പറഞ്ഞത് അവളെ കൊണ്ടുവരണം, അവളെയും ഉമ്മയെയും വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. ഓ, എന്നിട്ടെന്താ പിന്നീട്? പറയൂ ജസീർ. ജസീർ അതാ വീണ്ടും കഥ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഈ ഒരു സ്റ്റോറി നമ്മൾ ജസീറിൻ്റെയൊക്കെ സ്റ്റോറി അതിൻ്റെ പഴയ കാലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു. അതായത് എന്താണെന്ന് വെച്ചാൽ ആമിനുമ്മൊക്കെ മരിച്ചതല്ലേന്ന് ഞാൻ കഥയിൽ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അതിൻ്റെ മുൻപിലുള്ള കഥയാണ് ഈ പറയുന്ന ജസീർ. പലർക്കും മനസ്സിലായിട്ടില്ല തോന്നുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ അതാ ജസീർ പറയുന്നു അവളോട്. ഹിജാബി എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഹിജാബി എന്ന നൂർജഹാൻ, അതെ, തൻ്റെ ഭാര്യയായി വന്നവൾ. ശരിക്കും ജസീറിൻ്റെ ഉള്ളെടുക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൾ അങ്ങനെയൊക്കെ ചോദിച്ചത്. എന്നിട്ട് പറയൂ ജസീർ, പിന്നെ എന്താ? പിന്നെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ആണെന്ന് തന്നെ ഞാൻ പറയാം. ആ രാത്രിയിൽ അതാ തൻ്റെ പ്രിയപ്പെട്ട ആയിഷ ആ വീട്ടിലേക്ക്, പുളിക്കൽ തറവാട്ടിലേക്ക് വന്നതിന് ശേഷം ജസീറിന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ആയിഷ പുളിക്കൽ തറവാട്ടിൽ എത്തിയിരിക്കുന്നല്ലോ എന്നാലോചിച്ച് അവൻ്റെ മനസ്സ് നിറഞ്ഞു. എന്നാൽ ഉമ്മയാകട്ടെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ആയിഷയെയും ആമിനയെയും വരവേറ്റതും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതും. എന്തെന്നറിയില്ല, അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടും അതെ, ജോലി മതി, ഇനിയിപ്പോൾ എടുക്കൊന്നും വേണ്ട, പിന്നെ നിങ്ങളിന്ന് പഴയ രീതിയിൽ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യൊന്നും വേണ്ട, കുറച്ചൊക്കെ സഹായിച്ചാൽ മതി, നമുക്കിവിടെ ഒരു പുതിയ വേലക്കാരിയെയും വെക്കാം എന്നൊക്കെ പറഞ്ഞ് അതാ ആ ഉമ്മ പറയുമ്പോൾ ആമിന ഉമ്മ പറയുന്നു, വേണ്ട, അതിനെന്താ, ഈ വീട്ടിലെ ജോലി ഞങ്ങൾ തന്നെ ചെയ്തോളാം, ഇതുവരെ ഞങ്ങളൊക്കെ തന്നെയല്ലേ ചെയ്തത്. അല്ല, നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ഏതായാലും മുസ്ലിമൊക്കെ ആയി വന്നു. ആയിഷ എന്ന് വെച്ചാൽ ഗർഭിണിയാണ്. വെറുതെ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും പുളിക്കൽ തറവാട്ടിലെ കുട്ടിയല്ലേ, ആ കുട്ടിക്ക് ഒന്നും പറ്റരുത്, കുട്ടിക്ക് നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാ പോഷകങ്ങളും കിട്ടണം. മോളെ ആയിഷ, മോളെ ഈ പാല് കുടിച്ചോ, ഇന്ന് കുറച്ച് ഈത്തപ്പഴമുണ്ട്, ഇതും കഴിച്ചോ, രക്തം വെക്കാൻ നല്ലതാണ്, കാരണം നല്ല രക്തമൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലേ കുട്ടി നന്നാവുള്ളൂ. എന്നാലതാ പിറ്റേ ദിവസം ഉമ്മ അതാ പാൽ എന്തോ കലക്കി കൊണ്ടുപോയി കൊടുക്കുന്നു. മോളെ ഇത് കുങ്കുമപ്പൂ ഇട്ട പാലാണ്. ശരിക്കും ജസീറിനത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഓ എൻ്റെ പഠിച്ചോനെ, എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഉമ്മാക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഹോ, എനിക്ക് വല്ലാത്ത സന്തോഷം. എന്നാൽ ആയിഷ അപ്പോഴും അവിടെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, അവളുടെ വയറ്റിലെ ആ കുഞ്ഞ് ശരിക്കും തൻ്റെ തറവാട്ടിലെത്തിയ ഒരു ഫീലിങ്സ് ആയിരുന്നു അവൾക്കുണ്ടായിരുന്നത്. എന്നാൽ അത് ജസീർ അത് കാണുന്നു. ആയിഷ ഓരോ ജോലി ചെയ്യുമ്പോഴും ജസീർ അത് നോക്കി നിൽക്കും. ആയിഷ, എന്താ ആയിഷ, നീ എത്ര നാൾ കാത്തു നിൽക്കണം പെണ്ണേ? അതെ, ഇനി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എന്തായാലും നിക്കാഹ് കഴിയട്ടെ, അതുവരെ കാത്തു നിൽക്കണം. പിന്നെ പഴയ പോലെ ഒന്നുമല്ല കേട്ടോ, ഇപ്പോഴേ എന്തേലും ചെയ്ത് കഴിഞ്ഞാലേ വലിയ തെറ്റാണത്, അതൊന്നും ഇസ്ലാമിൽ പാടില്ലാത്തതാണ്, അതൊക്കെ തികച്ചും ഹറാമാണ്, പഠിച്ച റബ്ബിനെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല കേട്ടോ, നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. ശരിക്കും ആയിഷയുടെ വാക്കുകൾ കേട്ടപ്പോൾ ജസീർ ഞെട്ടിപ്പോയി. അതെ, എൻ്റെ പെണ്ണ് എത്ര പെട്ടെന്നാണ് നല്ലൊരു സ്വാലിഹായ പെൺകുട്ടിയായി മാറിയത്. പഠിച്ചോനെ, എന്തായാലും വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അതും പറഞ്ഞുകൊണ്ട് ആയിഷ അങ്ങോട്ട് പോയി. എന്നാൽ ജസീർ പുഞ്ചിരിച്ചു. റബ്ബേ, അതെ, സ്വാലിഹായൊരു കുടുംബം, എൻ്റെ പെണ്ണ് ആയിഷ, അതെ, അവൾ തികച്ചും ദീനി ചിട്ടയിൽ തന്നെ ജീവിക്കുകയാണ്. റബ്ബേ, എനിക്ക് പിറക്കാൻ പോകുന്ന ആ കുഞ്ഞും ഞാനും അവളും ഇവിടെ ഒരു സ്വർഗം തീർക്കും. എന്നാലും ഉമ്മയോട് അവനക്ക് വല്ലാത്ത ബഹുമാനം തോന്നി, വല്ലാത്തൊരു ഇഷ്ടം തോന്നി. എന്നാൽ എൻ്റെ ഉമ്മ, ഞാൻ വിചാരിച്ചു ഉമ്മ തികച്ചും വേറെ സ്വഭാവക്കാരിയാണെന്ന്. എന്തൊക്കെ തന്നെയാലും എൻ്റെ ഉമ്മ അത്ര മോശമൊന്നുമല്ല കേട്ടോ, എൻ്റെ ഉമ്മ നല്ല ഉമ്മ തന്നെയാണ്, മാഷാ അല്ലാ. എന്നാൽ ജസീർ അന്നെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഉമ്മ, മോനെ,
പിന്നെ ആയിഷയും മാമിനിയമ്മയൊക്കെ ഇവിടെ എത്തിയതിന് ശേഷം എന്തെന്നറിയില്ല വീടിന് തന്നെ വല്ലാത്തൊരു ബർക്കത്ത് അല്ലേ ഉമ്മ? അതെ ശരിയാണ്. പിന്നെ നമുക്ക് അവർ നല്ല രീതിയിൽ സംരക്ഷിക്കണം മോനെ. കാരണം എന്ന് വെച്ചാൽ ഇസ്ലാമിലേക്ക് വന്നതല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ വേലക്കാരി വേറെ നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ആമിനെ കേൾക്കുന്നേ ഇല്ല. അവർ പറയും എന്തിനാണ് ഞങ്ങൾ തന്നെ പോരെ എന്നൊക്കെ. പക്ഷേ എന്നാലും ആയിഷയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധയില്ല ഞാൻ പറ്റൂരല്ലോ. ആയിഷ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലേക്ക് അതാ ഒരു കുഞ്ഞിനെ കൂടി കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഉമ്മയുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള സംസാരം കേട്ട് ശരിക്കും ജസീറിൻ്റെ മനസ്സ് നിറഞ്ഞു. ഉമ്മ മോനെ ഇനി നീ എങ്ങോട്ടെങ്കിലും പോവോ? ഉമ്മ ഞാൻ എങ്ങോട്ട് പോകാനാ ഉമ്മ? ഉമ്മ എനിക്ക് അത്രയും നല്ല സന്തോഷമല്ലേ തന്നിട്ടുള്ളത്, ഞാൻ എങ്ങോട്ട് പോകാനാ? അതെ മോനെ, എന്തായാലും എൻ്റെ കുട്ടി പോകുന്ന കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നീ പറഞ്ഞല്ലോ നീ നിൻ്റെ സ്വത്തും സമ്പത്തും കൊണ്ട് നീ ഒറ്റയ്ക്ക് പോകുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാപ്പോ ഇതൊക്കെ ഇവിടെ മക്കളില്ലാതെ എന്നും ഞാൻ കരുതി. ഏതായാലും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു മോനെ. എന്തായാലും അവർ വന്നതുകൊണ്ട് നന്നായിട്ടോ. എന്നാൽ ആയിഷ സമയം കിട്ടുമ്പോഴെല്ലാം വല്യമ്മയുടെ അരികിലും പോയി നിൽക്കും. വല്യമ്മയോട് നല്ല രീതിയിൽ സംസാരിക്കും. വല്യമ്മക്ക് അവളെ വലിയ കാര്യമാണ്. തിരിച്ചും അങ്ങനെ തന്നെ. അവൾ വല്യമ്മയുടെ മുടിയെല്ലാം ശരിക്ക് വാർന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് പേനെല്ലാം നോക്കിക്കൊടുത്ത് മുടിയെല്ലാം വാർന്ന് മുടഞ്ഞിട്ട് കൊടുക്കും. സത്യം പറഞ്ഞാൽ വല്യമ്മക്ക് അത് വലിയൊരു തൃപ്തിയുള്ള കാര്യമാണ്. അതിനിടയിൽ വല്യമ്മ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ആയിഷയ്ക്ക്. വല്യമ്മക്കും വല്ലാത്തൊരു സന്തോഷമായി. മോളെ ആയിഷ, നിന്നെ പടച്ച റബ്ബ് രക്ഷിച്ചതാണ് മോളെ. പഠിച്ചവനായിട്ടാണ് ഇങ്ങനൊരു വഴി നിങ്ങൾക്ക് തെളിയിച്ചു തന്നത്. കാരണം നിങ്ങളൊക്കെ ഹിദായത്തിലേക്ക് വന്നപ്പോഴേ അതെ എൻ്റെ മരുമകളുടെ സ്വഭാവം മാറിയല്ലോ, അവൾ നല്ല രീതിയിലായി മാറിയല്ലോ. മോളെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യം ചെയ്തതാണ്. പ്രത്യേകിച്ച് ആ കുഞ്ഞ് ഭാഗ്യമുള്ള കുട്ടിയാണ് മോളെ. കാരണം ഇത്രക്കും നല്ലൊരു സിറ്റുവേഷനിൽ മകൾ തിരിച്ചു വന്നല്ലോ, അതാണ് വലിയ സന്തോഷം. മോളെ ഞാൻ കരുതിയിരുന്നു എൻ്റെ മരുമകൾ നഫീസ തികച്ചും ഒരു എന്താ പറയുക വല്ലാത്തൊരു സാധനമാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നിങ്ങളെ സ്വീകരിച്ചല്ലോ, നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ട് വന്നു, ഇങ്ങോട്ട് എത്തി, നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. വല്യമ്മ സത്യമായിട്ടും പടച്ച റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇത്രക്കും നല്ലൊരു ഉമ്മയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മോളെ അന്ന് നിന്നെ പിടിച്ച് പുറത്തേക്ക് ഉന്തി തള്ളി എന്നൊക്കെ പറഞ്ഞപ്പോഴും മനസ്സ് വല്ലാണ്ട് വേദനിച്ചിരുന്നു. വല്യമ്മ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. കാരണം അതൊക്കെ കഴിഞ്ഞു പോയി. അതൊക്കെ ഇപ്പോൾ നല്ലൊരു ജീവിതമായി മാറിയില്ലേ? അതേ മോളെ, അതാണ് പറഞ്ഞത്. ഇസ്ലാം ദീനിലേക്ക് വന്നപ്പോഴേ അവൾ നിന്നെ സ്വീകരിച്ചല്ലോ, അതും വലിയൊരു ഭാഗ്യം തന്നെ. എന്നാൽ ആ രാത്രി മാളിക മുകളിലുള്ള ജനാലയിലൂടെ ജസീർ പതുക്കെ പുറത്തേക്ക് നോക്കി. അടുക്കളയുടെ ആ ഭാഗത്തെങ്ങാനും ആയിഷയുണ്ടോ എന്ന് കരുതിയിട്ട്. എന്തെന്നറിയില്ല, ആയിഷയെ വല്ലാതെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അത് അവളെ ഒന്ന് വാരി പുണരണം എന്നൊക്കെ തോന്നുകയാണ് എനിക്ക്. എന്തെന്നറിയില്ല, അവളുടെ സൗന്ദര്യം ഒന്നുകൂടി കൂടിയിട്ടുണ്ടോ? റബ്ബേ, എനിക്കുള്ളതാണ്. എത്ര കാത്തു നിൽക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല. പള്ളിയിൽ ഉസ്താദ് പറഞ്ഞ പോലെ പെട്ടെന്ന് നിക്കാഹ് അത് നടത്തണം, അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് എന്തൊരു കണക്കൊക്കെ ഉണ്ടത്രേ ഗർഭിണിയായി കഴിഞ്ഞാലൊക്കെ. എന്നാലും ഇപ്പോൾ എന്തിനായിരിക്കും അങ്ങനെ ഒരു കണക്കൊക്കെ? എനിക്ക് പെട്ടെന്ന് തന്നെ അവളെ നിക്കാഹ് കഴിച്ച് അവളെ കൂടെ കൂട്ടണം തോന്നുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ജസീർ അവൻ്റെ ആ മുകളിലത്തെ റൂമിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആയിഷയെ കാണുന്നുണ്ടോ എന്ന് കരുതി. പെട്ടെന്നാണ് അവളും അവളുടെ ഉമ്മയും എന്താ വെള്ളമെങ്ങാനും കൊണ്ടുവന്ന് ഒഴിക്കുന്ന പോലെ തോന്നിയത്. ആയിഷയും വെള്ളത്തിൻ്റെ കുടം ചുമക്കുന്നോ? ശരിക്കും ജസീറിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സമയത്ത് അവൾ അത് എന്തിനു ചെയ്യുന്നു? അവർക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അവൻ പെട്ടെന്ന് മാളിക മുകളിൽ നിന്ന് പടിയിറങ്ങി വന്നു. ഉമ്മ ഉമ്മ അവൻ ഉറക്കെ വിളിച്ചു. എന്താടാ? അതെ ആയിഷ അവളത് വെള്ളത്തിൻ്റെ കുടമെടുത്ത് ചുമന്നു കൊണ്ടുവരുന്നു. അതിനെന്താ? നിനക്കെന്താ? ഉമ്മ അവൾ ഗർഭിണിയല്ലേ? ഈ ഒരു സമയത്ത് അത്രയും വലിയ കുടം വെള്ളവുമായിട്ട്. ഓ അങ്ങനെ. പെട്ടെന്ന് അവർ അങ്ങോട്ട് ചെന്നു. ആയിഷ അതൊന്നും ചെയ്യേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നീ അങ്ങനെ ഭാരപ്പെട്ട പണിയൊന്നും ചെയ്യേണ്ട എന്നുള്ളത്. അത് സാരല്ല, അതിനെന്താ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആമിനുമ്മ പറഞ്ഞു, അതെ ഞാനൊക്കെ 10 കഴിഞ്ഞതിൻ്റെ ശേഷം വെള്ളക്കുളം ഒക്കത്ത് ചുമന്ന് കൊണ്ടുവന്നീനു കുറേ ദൂരത്തുനിന്ന്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പഠിച്ചാൻ വിചാരിച്ചാലേ നമുക്ക് കുട്ടീനെ കിട്ടും. ജസീറെ അകത്ത് പോ,
നീ എന്താ ഇവിടെ ആ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നത്? ഉമ്മ, ഞാൻ മാളികപ്പുറത്ത് നിന്ന് കണ്ടതാണ്. ഓഹോ, അപ്പോൾ ഇപ്പോഴും ഈ ഓളെ നോക്കി നിൽക്കുകയാണോ എൻ്റെ പരിപാടി? ഉമ്മയുടെ വാക്ക് കേട്ട ജസീർ ഒരു നിമിഷം ഞെട്ടി. ഉമ്മ, നിങ്ങൾ എന്തീ പറയുന്നത്? അതെൻ്റെ കുഞ്ഞനല്ലേ? ആയിരിക്കാം, പക്ഷേ അത് അവിഹിതത്തിലുണ്ടായ സന്തതിയല്ലേ? ഉമ്മയുടെ വാക്ക് കേട്ട ജസീർ ഒരു നിമിഷം ഞെട്ടി. ഉമ്മ, എന്ത് നിങ്ങൾ? അതേടാ, അങ്ങനെയല്ലേ ഉമ്മ. ഇനി അങ്ങനെ പറയണ്ട. കാരണം അവൾ ഇസ്ലാമിലേക്ക് വന്നതാണ്. അവൾക്ക് ഇസ്ലാമിലേക്ക് വന്നതാണെങ്കിലും ഹിന്ദുവിലേക്ക് പോയതാണെങ്കിലും അവളുടെ കുഞ്ഞ് വയറ്റിലായത് അവിഹിതത്തിലൂടെയല്ലേ? എന്നാൽ ജസീറിന് അത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. ഉമ്മ, നിങ്ങൾ എന്തീ പറയുന്നത്? മുസ്ലിമായ ഒരു പെണ്ണിനെ കൊണ്ട് നമ്മളങ്ങനെ... ഓ, അങ്ങനെ. ഞാനതങ്ങ് മറന്നു മോനെ. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ അല്ലേ? ഞാൻ പറയാം, ഓരോരുത്തരും അങ്ങനെ പറയൂലേന്ന്. അല്ലാതെ നിന്നോട് ഓളോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല. ഉമ്മയുടെ വാക്കുകൾ മാറി മറിഞ്ഞപ്പോൾ ശരിക്കും ജസീർ ഒന്ന് ഭയന്നു. എന്താ ഉമ്മാക്ക് പറ്റിയത്? ഉമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഉമ്മ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്? മോനെ, ഞാൻ വെറുതെ പറഞ്ഞതാടല്ലേ. ആളുകൾ അങ്ങനെ പറയുമെന്ന് പറയാം, അല്ലാതെ ഇപ്പം എന്താ? ഇപ്പോൾ നല്ല രീതിയിൽ ഇസ്ലാം ദീനിലേക്കൊക്കെ വന്ന് ഇനി എൻ്റെ മോനുമായി കല്യാണമൊക്കെ ഇൻഷാ അല്ലാ ആക്കെ എന്നാന്നാവോ. പിന്നെ എന്തായാലും ഡെലിവറി കഴിയാതെ ഒന്നും നടക്കൂലല്ലോ. ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യം ജസീർ ഒന്ന് ഭയന്നെങ്കിലും പിന്നീട് ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവനക്ക് തോന്നി, അതെ, ഉമ്മ ആരെങ്കിലും പറയുമെന്ന് വിചാരിച്ച് പറയായിരിക്കുമെന്ന്. എന്തായാലും സമാധാനമായി. ഉമ്മ, എടാ, ഞാൻ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതല്ല മോനെ, നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഉമ്മ, അങ്ങനെയല്ല. എന്നാലും ഉമ്മ, ഇനി അങ്ങനെയൊന്നും പറയണ്ട. അവിഹിതത്തിലുണ്ടായ സന്തതിയൊന്നും അങ്ങനെയൊന്നും പറയരുതുമ്മ. കാരണം ഇല്ല മോനെ, ആളുകൾ പറയുമെന്ന് പറഞ്ഞതാണ്. ഒറ്റമ്മോ, എനിക്ക് ഇത്ര വിഷമമായപ്പോൾ ഞാൻ പറഞ്ഞത് ഇല്ല. കാരണം എനിക്കല്ല, അവൾ കേൾക്കുമ്പോൾ അത് എത്രമാത്രം വിഷമം ഉണ്ടാവും. നമ്മളായിട്ട് തന്നെയല്ലേ ഉമ്മ എല്ലാവരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ നമ്മളായിട്ട് അവരെ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. മോനെ, അതൊക്കെ ശരി തന്നെയാണ് ഈ പറഞ്ഞത്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ കറക്റ്റ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും അല്ലേ, ആളുകൾ അങ്ങനെ പറയുമെന്ന് പറയാം. ഉമ്മ, ആളുകൾ പറയുമെന്ന് പറയട്ടെ. അവളിപ്പോൾ നേരായ വഴിയിലാണ് ജീവിക്കുന്നത്, നേർമാർഗത്തിൽ. ഉമ്മ, ഇനി അതിനെക്കുറിച്ചൊന്നും ഇല്ല മോനെ. അല്ലടാ, ഞാനിങ്ങനെ എനിക്ക് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. കാരണം എന്തൊക്കെ തന്നെയായാലും ഇനിയിപ്പോൾ നിക്കാവും കല്യാണം കഴിയുമ്പോൾ ആളുകൾ പറയും അത് അവരാദ്യമേ ഉണ്ടായതാണ്, കുട്ടി ആദ്യമേ ഉണ്ടായതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ കുട്ടീനെ ഇല്ലാതാക്കുക എന്നൊക്കെ വെച്ചാൽ അതിപ്പോൾ അല്ലേ പിന്നെ അങ്ങനെ എന്തെങ്കിലും കാട്ടണം, കുട്ടീനെ അങ്ങോട്ട് ഇല്ലാതാക്കുക. എന്നിട്ട് പിന്നെ ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്? അതേടാ, അതിനിപ്പോൾ എന്താ, അങ്ങനെ എത്ര സംഭവങ്ങൾ. അതെ, കല്യാണത്തിന് മുമ്പ് പലരും ഗർഭിണികളാവും. അതൊക്കെ കുഞ്ഞിനെ ഒഴിവാക്കും പലരും. കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് അവർ പിന്നെ കല്യാണം, അപ്പോൾ പിന്നെ വല്ലാതെ ആരും അറിയില്ല. ഇനി ഇതിപ്പോൾ ആരെങ്കിലും അറിഞ്ഞിക്കണോ ഇല്ല ആർക്കറിയാം. ഇനി അഥവാ അറിഞ്ഞിക്കണമെങ്കിൽ അതുകൊണ്ട് ഇല്ലാതാക്കി കളയാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഉമ്മ, 5 മാസം ഗർഭിണിയായ ഒരു കുഞ്ഞിനെ ഉമ്മക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുമോ? എടാ, 5 6 7 മാസമായിരിച്ചതൊന്നും അതിന് കുഴപ്പമില്ല. വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് എന്തും ചെയ്യാം. ഉമ്മ എന്തേ പറയുന്നത്? ജസീറിൻ്റെ വാക്ക് കേട്ട് ഉമ്മ പറഞ്ഞു, അല്ലേ, ഞാൻ ഇവിടെ ഇനിയിപ്പോൾ കല്യാണം ഇതൊക്കെ നടക്കുകയാണെങ്കിലേ നിങ്ങളെ കല്യാണത്തിന് ഈ ഒരു കുട്ടി ഇവിടെ ഉണ്ടാകുമ്പോൾ എന്താ കാട്ടുക? ആൾക്കാരോട് ഞാൻ സമാധാനം പറഞ്ഞ് മടക്കേണ്ടി വരും. പിന്നെ ആകപ്പാടെ നാട്ടുകാർക്ക് അതിനെക്കുറിച്ച് പറയാനൊരു ഏതുമായിരിക്കും. അപ്പോൾ അതേ ഞാൻ പറഞ്ഞത്, നമുക്ക് കുഞ്ഞിനെ എങ്ങനെങ്കിലൊക്കെ അതിപ്പോൾ മരുന്നും മുക്കുടയെ കുടിച്ചാൽ അതാണ് പോയിക്കോളൂ. 5 മാസമല്ലേ ആയിട്ടുള്ളൂ. ശരിക്കും ജസീറിന് അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം. അതെ, എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉമ്മ പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് അവളെ കൊണ്ടുവന്നത് എന്ന് വരെ അവനക്ക് തോന്നിപ്പോയി. ഉമ്മ, നിങ്ങൾ എന്തേ പറഞ്ഞത്? ഞാൻ കാര്യം പറഞ്ഞത്, പുളിക്കൽ തറവാട്ടിൽ നിങ്ങളെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കുഞ്ഞിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഓപ്ഷന്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കല്യാണം ഉണ്ടാക്കണം. എനിക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്താ പറ്റൂലേ? ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ജസീറിൻ്റെ കൈകാലുകൾ തളർന്നു. അതെ, ഇതെങ്ങാനും ആയുഷ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അതും 5 മാസം എന്നൊക്കെ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം സഹിച്ചിട്ടാണ് 5-ാം മാസത്തിലേക്ക് എത്തുക. ഏകദേശം ശരീരത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം കഴിഞ്ഞു തുടങ്ങുന്ന സമയമാണ് 5-6 മാസങ്ങൾ. ഫസ്റ്റ് ടൈമെല്ലാം അവൾ സഹിച്ച് കഴിഞ്ഞതാണ്. ഈ സമയത്ത് ഉമ്മയുടെ വാക്കുകൾ
ജസീറിന് ആകപ്പാടെ ഒരു ഭ്രാന്തായതുപോലെ തോന്നി. എന്താ ഞാൻ ചെയ്യാം, എനിക്കറിയുന്നില്ല ഉമ്മ. ജസീറെ, എന്തായാലും ഞാൻ അവരെ കൊണ്ടുവന്നു. അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അതിനിടയിൽ ഈ ഒരു കുഞ്ഞെന്നുള്ളത് ശരിക്കും ഒരു തടസ്സം തന്നെയാണ്. കാരണം പുളിക്കൽ തറവാട്ടിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരിക എന്നൊക്കെ വെച്ചാൽ, അതും കല്യാണം കഴിക്കാതെ, ആളുകൾക്ക് അത് കൊട്ടിഘോഷിച്ച് നടക്കാൻ അതൊരു ഏതുവാവും. ഉമ്മ, ആളുകൾ എന്തും പറഞ്ഞോട്ടെ, ആയുഷ് ഇപ്പോൾ പുതിയ ഇസ്ലാമിലേക്ക് വന്നതാണ്. അതുകൊണ്ട് അവൾക്ക് കുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം പടച്ച റബ്ബ് പുറത്ത് കൊടുത്തിട്ടുണ്ടാവും ഉമ്മ. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഏത് പടച്ച റബ്ബ് പുറത്ത് കൊടുത്താലും ഇവിടെ ആൾക്കാരിപ്പോൾ അത് പുറത്ത് തരുമോ? ഉമ്മ എന്തിനാ ആളുകളുടെ കാര്യം നോക്കുന്നത്? എടാ, ഞാൻ ചിലത് തീരുമാനിച്ചുകൊണ്ട് നീ ഒന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, മനസ്സിലായല്ലോ? ആയുഷ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അതെ, അവളെ കുഞ്ഞിനെ ഞാൻ താലോലിക്കുന്നത്, ഞങ്ങളുടെ ഇടയിൽ ആ കുഞ്ഞ് സന്തോഷകരമായിട്ട് വളരുന്നത്. എന്തൊക്കെയോ സ്വപ്നങ്ങൾ ജസീർ കണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെയൊരു ഉമ്മയുടെ വാക്ക് അത് കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. എന്താ ചെയ്യുക, എനിക്കറിയുന്നില്ല. എന്നാൽ ജസീർ തലേ ദിവസത്തെ ആ രാത്രിയെക്കുറിച്ച് ഓർത്തു. ഇന്നലെ വരെ ഞാൻ സ്വപ്നം കണ്ടിരുന്ന ആ നിമിഷങ്ങൾ, അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് നിറം ജാലകത്തിലൂടെ മുറിക്ക് പുറത്തേക്ക് പരക്കുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ കോട്ടിൻ്റെ കോളർ ശരിയാക്കുകയായിരുന്നു ജസീർ. മൈലാഞ്ചി ചുവന്ന കൈകളും ഹൃദയത്തിൽ അടങ്ങാത്ത ആവേശവുമായി അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്ന ആയുഷയെ കണ്ട് അവൻ്റെ ശ്വാസം ഒന്ന് നിലച്ചുപോയി. പച്ചയും സ്വർണ്ണ നൂലുകളും ഇഴകിയ പട്ടുസാരിയും ഒപ്പം തലയിൽ അതാ നെറ്റിനടിയിലൂടെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധവുമായി നിൽക്കുന്ന ആയുഷ. അവൻ്റെ ജീവൻ്റെ പാതി ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ആരവങ്ങളും തമാശകൾക്കുമിടയിലൂടെ ലജ്ജയോടെ തല താഴ്ത്തി അവൾ പതുക്കെ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചു. ആ പ്രവേശനം ഒരു പുതിയ ലോകത്തിൻ്റെ തുടക്കമായിരുന്നു. ജസീറിൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയർന്നു. അവനൊട്ടും സമയം കളയാതെ അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു. ചുറ്റും നിന്നവരുടെ തമാശകളെല്ലാം ചിരിയോടെ അവഗണിച്ച് തൻ്റെ വിശാലമായ കൈകളാൽ അവൻ ആയുഷയെ വാരിപ്പുണർന്നു. ആ ആലിംഗനത്തിൽ വർഷങ്ങളായുള്ള കാത്തിരിപ്പും സ്നേഹവും മുഴുവൻ അടങ്ങിയിരുന്നു. ജസീറിൻ്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് നിൽക്കുമ്പോൾ ആയുഷയുടെ കണ്ണുകൾ, എൻ്റെ മാത്രം, നീ എൻ്റെ മാത്രമാണ് ആയിഷ. ജസീർ കാതോരം പതുക്കെ മന്ത്രിച്ചു. അവൾ ലജ്ജ കൊണ്ട് മുഖം ഉയർത്താൻ മടിച്ചു. അവൻ്റെ മാറോട് തന്നെ ചേർന്ന് നിന്നു. അപ്പോൾ ജസീർ തൻ്റെ വിരലുകൾ കൊണ്ട് അവളുടെ താടിയിൽ പതുക്കെ തൊട്ട് അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചു. നാണം കൊണ്ട് റോസാപ്പൂ പോലെ ചുവന്ന മുഖത്തേക്ക് അവൻ വാത്സല്യത്തോടെ നോക്കി. തുടർന്ന് അവളുടെ നെറുകയിൽ ആഴത്തിലുള്ള ഒരു ചുംബനം നൽകി. ആ സ്പർശനത്തിൽ അവൾ പൂർണ്ണമായും അവനിൽ അലിഞ്ഞു ചേർന്നു. ഒടുവിൽ വാക്കുകൾക്കതീതമായ നിമിഷത്തിൽ അവളുടെ അധരങ്ങൾ പരസ്പരം ചുംബനങ്ങളിലൂടെ ഒന്നായി തീർന്നു. ആ ലോകത്ത് അവരും അവരറിയുന്ന സ്നേഹവും മാത്രമായിരുന്നു. പുറത്തെ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി വിട പറഞ്ഞ് തങ്ങളുടെ മാത്രം സുഖസുന്ദരമായ സ്വർഗരാജ്യത്തേക്ക് അവർ രണ്ടും പേരും ഒന്നായി കയറി. ആയിഷ, എൻ്റെ ആയിഷ, വൈകിയാണെങ്കിലും നീ എന്നിൽ വന്ന് ചേർന്നല്ലോ ആയിഷ. അതെ, ഞാനും നീയും നമ്മുടെ കുഞ്ഞും മാത്രം ചേർന്നൊരു ലോകം ആണ് ഇനി നമ്മുടെ ലോകം. ആയിഷ, എൻ്റെ കുട്ടി ഹാപ്പിയല്ലേ? ഞാൻ ആഗ്രഹിച്ചത് ഒന്നായിരുന്നു, അത് നിന്നെ മാത്രം. അതെനിക്ക് പടച്ചോൻ തന്നു. അൽഹംദുലില്ലാ, നീ ഇസ്ലാമിലേക്ക് വന്നും ചെയ്തു. നമ്മൾ ഒന്നായി തീർന്നു. ജസീർ തലേ ദിവസം മെനഞ്ഞു കൂട്ടിയ ആ ഒരു കഥകൾ, ആ ഒരു സ്വപ്നങ്ങളെല്ലാം അവൻ്റെ മനസ്സിലേക്ക് അലയടിച്ചുയർന്നു. പക്ഷേ ഇന്ന് ഉമ്മ പറഞ്ഞ ആ കാര്യം കേട്ടപ്പോൾ അവൻ്റെ നെഞ്ച് പിളർന്നു പോകുന്ന പോലെ അവനക്ക് തോന്നി. റബ്ബേ, അല്ലാ, പഠിച്ചോനെ, എൻ്റെ പെണ്ണ് തെറിഞ്ഞാൽ, എൻ്റെ ആയുഷ തെറിഞ്ഞാൽ എന്തായിരിക്കും ഉമ്മാക്ക് പറ്റിയത്? ഉമ്മയുടെ മനസ്സ് പെട്ടെന്ന് മാറാൻ കാരണം എന്തായിരിക്കും? അവൾ മനസ്സുരുകി. എന്തായിരിക്കും ഇതറിയുമ്പോൾ പറയുക? ശരിക്കും ജസീറിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പഠിച്ചോനെ, അല്ലാ, എനിക്കറിയുന്നില്ല. എല്ലാം ഞാൻ നിന്നെ പരമേൽപ്പിക്കുന്നു. അതുവരെയും സന്തോഷത്തോടു കൂടെ കഴിഞ്ഞിരുന്ന ജസീറിനെ പെട്ടെന്നൊരു ഷോക്കേറ്റതുപോലെയായിരുന്നു ആ ഒരു വാക്കുകൾ. അതെ, ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം, എങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാനിവിടെ നടത്തും എന്നാണ് ഉമ്മ പറഞ്ഞത്. ഉമ്മയുടെ മനസ്സ് വീണ്ടും മാറിപ്പോയോ? അറിയില്ല, അതോ ഉമ്മ വിവരക്കേട് കൊണ്ട് പറഞ്ഞതാണോ?
അറിയില്ല. ജസീറിനെ ഉമ്മ വാക്കുകളൊന്ന് മാറിക്കിട്ടുവാൻ വേണ്ടി ജസീർ പ്രാർത്ഥിച്ചു. അതെ, പിറ്റേ ദിവസം ജസീറിൻ്റെ ഉമ്മ എന്തായിരിക്കും പറയുക അവനോട്? എന്തൊക്കെയായിരിക്കും ജസീറിനോട് പറയുക? അല്ലെങ്കിൽ ആ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്തത് പറയുമോ? ജസീർ ആകെപ്പാട് ടെൻഷനായി ആ ദിവസം. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജസീറിൻ്റെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ജസീർ കഥ പറയുന്ന സീനാണ്. പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആമിനുമ്മ മരിച്ചതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വരും കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.